ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി 15 മിനിറ്റുകൾ മാത്രം. 5 മണി വരെ 58.34% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ബംഗാളിലെ സൗത്ത് 24 പർഗനാസ് ജില്ലയിലെ കുൽത്താലിയിൽ ഒരു കൂട്ടം ആളുകൾ EVM മെഷീൻ കുളത്തിലെറിഞ്ഞത് സംഘർഷത്തിന് കാരണമായി. അതിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സ്വാതിയുണ്ട്. സ്വാതി, ഇനി 15 മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പല സ്ഥലങ്ങളിലും സംഘർഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പോളിംഗ് എങ്ങനെ രേഖപ്പെടുത്തുന്നു? 5 മണി വരെ 58.34%. പോളിംഗ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തുന്നത്. ഇനി എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്വാതി, കേൾക്കാമോ? സ്വാതി ലൈൻ കണക്റ്റ് ആവുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം. ഏകദേശം 15 മിനിറ്റുകൾ മാത്രമാണുള്ളത്. 5 മണി വരെയുള്ള പോളിംഗ് ശതമാനം 58.34%. ബംഗാളിലെ സൗത്ത് 24 പർഗനാസ് ജില്ലയിലെ കുൽത്താലിയിൽ അവിടെ സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് EVM മെഷീൻ കുളത്തിലെറിഞ്ഞത് സംഘർഷത്തിന് കാരണമായി. അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. 5 മണി വരെ 58.34% പോളിംഗാണ് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത്. പോളിംഗ് ശതമാനം കുറവാണ്. ഇന്ത്യ മുന്നണിയൊക്കെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഏതായാലും 7 ഘട്ടങ്ങളായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി 10 മിനിറ്റുകൾ മാത്രമാണുള്ളത്. സ്വാതിയുണ്ട്. സ്വാതി, ഏറ്റവും പുതിയ വിവരങ്ങൾ? ബിനു, എന്തായാലും ഏറ്റവും അവസാന ഘട്ടം, ഏറ്റവും പ്രധാനപ്പെട്ട 7ാം ഘട്ടത്തിൻ്റെ വോട്ടെടുപ്പ് ഇനി കുറച്ച് സമയം കൂടി മാത്രമാണുള്ളത്. അപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന കണക്കനുസരിച്ച്, അതായത് 5 മണി വരെയുള്ള പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കണക്കുകൾ അനുസരിച്ച് 5 മണി വരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് 58.34%. ഇവിടെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് പശ്ചിമ ബംഗാൾ തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ 69.89% പോളിംഗ്. അതേസമയം ബീഹാറിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 48.86% ബീഹാറിലെ പോളിംഗ്. എന്തായാലും 57 മണ്ഡലങ്ങളാണ് ഈ അവസാന ഘട്ടത്തിൽ ജനവിധി തേടിയത്. 57 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശവും 7 സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന മണ്ഡലമാണ്. ഏതാനും നിമിഷങ്ങൾ കൂടിയാണ് ഉള്ളത് പോളിംഗ് അവസാനിക്കാൻ. രാവിലെ മുതൽ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വളരെ മന്ദഗതിയിൽ തന്നെയാണ് രാവിലെ മുതൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കനത്ത ചൂടിലാണ് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെത്തിയത്. അതുകൂടി പോളിംഗ് ശതമാനത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ എല്ലാ ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനത്തിൽ വലിയ തരത്തിലുള്ള ഇടിവുണ്ടായിട്ടുണ്ട്. ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് ഏറ്റവും അവസാന ഘട്ടം, അതായത് 6ാം ഘട്ടത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 6ാം ഘട്ടത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ വലിയ ആശങ്കയിൽ തന്നെയായിരുന്നു BJP കേന്ദ്രങ്ങൾ. പ്രത്യേകിച്ചും ഈ 7ാം ഘട്ടത്തിൽ ജനവിധി തേടിയ മണ്ഡലങ്ങൾ 57 മണ്ഡലങ്ങളാണ്. അതിൽ പഞ്ചാബിലടക്കം വലിയ തരത്തിലുള്ള കർഷക രോഷം നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെയും BJPക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇനി പോളിംഗ് രേഖപ്പെടുത്താൻ ഉള്ളത്. ഇവിടെ മൊത്തം പഞ്ചാബിൽ 13 മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശിലും 13 മണ്ഡലങ്ങൾ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംസ്ഥാനം പരിശോധിക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ CPIM-ഉം കോൺഗ്രസും സഖ്യത്തിൽ മത്സരിക്കുന്നു. BJP-യും തൃണമൂലും എതിരാളികളായിട്ടുണ്ട്. അവിടെ ഒരു വലിയ ത്രികോണ മത്സരം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പോളിംഗ് ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് പോളിംഗ് ശതമാനം ഉയർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ പോളിംഗ് ശതമാനം 61 അതായിരുന്നു ഇതുവരെയുള്ള ഘട്ടങ്ങളിലെ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം. എന്നാൽ ഈ 7ാം ഘട്ടത്തിലെ ഈ ശതമാന കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ പോളിംഗ് വീണ്ടും കുറഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കർഷകരുടെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സംസ്ഥാനം പഞ്ചാബിലെ പോളിംഗ് ശതമാനം 55.20%. മറ്റ് സംസ്ഥാനങ്ങളുടെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചണ്ഡീഗഡിൽ 62.80% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, അതായത് ഉച്ചവരെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനമായി നിലനിന്നത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ 66.56% പോളിംഗിലേക്ക് എത്തിയിട്ടുണ്ട്. ജാർഖണ്ഡിൽ 67
57.95% പോളിംഗ് ആണ്. ഒഡീഷയിൽ 62.46% പോളിംഗ്, ഉത്തർപ്രദേശിൽ 54.0% പോളിംഗ്, ബംഗാളിൽ 69% പോളിംഗ്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തന്നെ പശ്ചിമ ബംഗാളിൽ വലിയ തരത്തിൽ പോളിംഗ് ശതമാനം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യം മോദി ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് BJP പ്രചരണം കൊഴുപ്പിക്കുന്നു. അതൊന്നും ഏൽക്കാതെ വന്നതോടെ രണ്ടാം ഘട്ടമായപ്പോഴേക്കും വർഗീയ പ്രചരണങ്ങൾ, വിദ്വേഷ പ്രചരണങ്ങളൊക്കെ അഴിച്ചുവിട്ടുകൊണ്ട് പോളിംഗിനെ അല്ലെങ്കിൽ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കാം എന്നതടക്കം ആയിരുന്നു പിന്നീടുള്ള ഘട്ടങ്ങളിൽ BJP നടത്തിയത്. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും പോളിംഗ് ശതമാനം ഉയരാത്തത് വലിയ തരത്തിൽ തിരിച്ചടിയാകുമെന്നിരിക്കെ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും ഭൂരിപക്ഷം നേടുക എന്നത് അടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് ഇപ്പോൾ സമാപിക്കും. 5 മണിവരെ 58.34% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. സ്വാതിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വാതി, ഏറ്റവും കൂടുതൽ പോളിംഗ് ബംഗാളിൽ 69.89, ഏറ്റവും കുറവ് ബീഹാറിലാണ് 48.86. എങ്ങനെയാണ് കണക്കുകൾ? അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിനു സൂചിപ്പിച്ച പോലെ തന്നെ 7ാം ഘട്ടത്തിന്റെ പോളിംഗ് അവസാനിക്കുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ BJP വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. അതേസമയം ഇന്ത്യ മുന്നണി കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെയും പോളിംഗ് ശതമാനത്തിൽ വലിയ തരത്തിലുള്ള ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യ മുന്നണി അതൊന്നും ബാധിക്കാതെ ജനകീയ വിഷയങ്ങൾ തന്നെ പ്രചരണ രംഗത്ത് ഉയർത്തിക്കൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രചരണം കൊഴുപ്പിച്ചത്. ആ പ്രചരണങ്ങളിൽ ഉടനീളം കെജ്രിവാളിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതും വലിയ തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ കക്ഷി നേതാക്കളൊക്കെ തന്നെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് പോളിംഗ് അവസാനിക്കാൻ വേണ്ടിയുള്ളത്. ഈ 57 മണ്ഡലങ്ങളിൽ ജനവിധി തേടുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 57 മണ്ഡലങ്ങളിൽ 32 NDAക്ക് തുണയായിരുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും പ്രചരണ തന്ത്രമൊക്കെ മാറ്റി പയറ്റിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ അവസാന ദിവസത്തിൽ മോദിയുടെ രാഷ്ട്രീയ നാടകം വരെ മാറ്റിപ്പിടിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 2019 കേദാർനാഥിൽ ധ്യാനത്തിലിരുന്ന മോദി ഈ വട്ടം, അതായത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയമൊക്കെ ഉള്ള മോദിക്കും BJPക്കും വലിയ തരത്തിൽ തിരിച്ചടിയാകും എന്നതറിഞ്ഞതിന് പിന്നാലെയാണ് മാധ്യമ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ഹിന്ദുത്വ വോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ധ്യാന നാടകമടക്കം നടത്തിയത് നമ്മളെല്ലാം കണ്ടതാണ്. അതിനൊക്കെ എങ്ങനെയായിരിക്കും ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുക എന്നറിയാൻ ജൂൺ 4 വരെ എന്തായാലും കാത്തിരിക്കേണ്ടി വരും. വലിയ തരത്തിലുള്ള പോളിംഗ് ഒന്നും ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ചും കനത്ത ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത്. എന്നിരുന്നാലും പോളിംഗ് ശതമാനം ഉയരുന്നതിലൊന്നും ഈ ഘട്ടത്തിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മന്ദഗതിയിൽ തന്നെ രാവിലെ മുതൽ പോളിംഗ് പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്കുകൾ, അതായത് 5 മണിവരെയുള്ള കണക്കുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തേക്ക് വരുമ്പോൾ 58% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ പോളിംഗ് ശതമാനത്തെ പോലെ തന്നെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് 66ാം ഘട്ടമാണെങ്കിൽ ഇപ്പോൾ 7ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അതും ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പോളിംഗ് ശതമാനം വീണ്ടും കുറയുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. പോളിംഗ് ശതമാനം കുറയുന്നത് തീർച്ചയായും BJPക്ക് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ത്യ മുന്നണി ഇന്ന് യോഗം ചേർന്ന യോഗത്തിൽ പോലും 295 സീറ്റുകളോളം നേടുമെന്ന ഒരു കാര്യമൊക്കെ തന്നെയും സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇനി എക്സിറ്റ് പോൾ ഫലം കൂടി വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം ആര് ഭരിക്കും എന്നുള്ളതിൽ ഒരു തീരുമാനമൊക്കെ ആകേണ്ടി വരും. എന്തായാലും പോളിംഗ് ശതമാനം ഈ തവണയും കുറഞ്ഞു തന്നെ നിൽക്കുന്നത് BJPക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ വലിയ തരത്തിൽ പ്രചാരണങ്ങൾ നടത്തിയ ദേശീയ നേതാക്കളടക്കം വിവിധയിടങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിൽ സജീവമായി നിന്നിട്ട് പോലും വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ BJPക്ക് വലിയ തരത്തിലുള്ള പരാജയം ഉണ്ടായി എന്ന് തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടിങ്ങിന് വിരാമമായി. 5 മണിവരെ 58.34% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. അല്പസമയത്തിന് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. ഏറ്റവും കുറവ് പോളിംഗ് ബീഹാറിലാണ് 48.86. ഏറ്റവും കൂടുതൽ പോളിംഗ് ബംഗാളിൽ 69.89, ബീഹാർ 48.86, ചണ്ഡീഗഡ് 62.80, ഹിമാചൽ പ്രദേശ് 66.56, ജാർഖണ്ഡ് 67.95,
ഒഡീഷ 62.46, പഞ്ചാബ് 55.20, ഉത്തർപ്രദേശ് 54%, ബംഗാൾ 69.89. ഇതാണ് ശതമാന കണക്കുകൾ. സ്വാതിയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.